ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺ സീറ്റ്സ് മീ ജൂലിയ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എയർ ഡ്രോപ്പ് വീഡിയോ അല്ല, പകരം നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു കോയിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ വാങ്ങാനും അതിലൂടെ റിവാർഡ് നേടാനും സാധിക്കുന്ന ഒരു കോയിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ മുതലേ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കൊക്കെ എന്തായാലും ഇപ്പം ഞാൻ ഏത് കോയിനെ കുറിച്ചാണ് പറയാൻ വന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. യെസ്, നമ്മുടെ സൂപ്പർ ചാമ്പ്സിൻ്റെ കോയിനായിട്ടുള്ള ചാം കോയിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ സൂപ്പർ ചാമ്പ്സിൻ്റെ എയർ ഡ്രോപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 3-4 വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് ഒക്കെ ചെയ്തവർക്ക് നല്ല രീതിയിലുള്ള എയർ ഡ്രോപ്സ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ക്ലെയിം ചെയ്യാതെ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നവരും നമ്മുടെ കൂട്ടത്തിൽ കാണും. സോ അങ്ങനെ ഹോൾഡ് ചെയ്യുന്നവരാരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സൂപ്പർ ചാമ്പ്സിനെ കുറിച്ചിട്ടാണ്. സൂപ്പർ ചാമ്പ് എന്ന് പറയുന്നത് ഒരു Web3 ഗെയിമിംഗ് പ്രോഗ്രാമാണ്. ഗെയിംസ്, AI വീഡിയോ സ്ട്രീമിംഗ്, NFT ലോഞ്ച് പാഡ്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇവയെല്ലാം ഒരു എക്കോസിസ്റ്റത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റാണിത്. അപ്പോൾ ഇവരുടെ എക്കോസിസ്റ്റത്തിൻ്റെ നേറ്റീവ് ടോക്കണാണ് ചാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ചാമ്പിൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് തന്നെ അവരുടെ എക്കോസിസ്റ്റത്തിൽ പർച്ചേസ് ചെയ്യുക എന്നതാണ്. അതായത് NFT വാങ്ങാനും ഗെയിം അസറ്റ്സ് വാങ്ങാനും ഒക്കെയാണ് ഇവരുടെ ചാമ്പ് ടോക്കൺ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ചാം ടോക്കണിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി പ്രോഗ്രാമിൽ ഇത് വെച്ച് നമുക്ക് പങ്കെടുക്കാൻ സാധിക്കും എന്നത് തന്നെയാണ്. അതായത് ഈ കമ്മ്യൂണിറ്റി പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് ഇതിലൂടെയും ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞു വരാം. പിന്നെ നമുക്ക് നോക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇൻവെസ്റ്റേഴ്സും ബാക്കേഴ്സും കൂടെയാണ്. അതുകൂടെ പറയാതെ പറ്റില്ല. കാരണം സൊലാന, കോയിൻ ബേസ്, അനിമോക്ക ബ്രാൻഡ്സ് പോലുള്ള വലിയ വലിയ ഇൻവെസ്റ്റേഴ്സും ബാക്കേഴ്സും ആണ് ഇവർക്കുള്ളത്. സോ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ജെന്യൂൻ ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചാം കോയിന് നമുക്ക് വാങ്ങാനും അതേപോലെ തന്നെ ഇത് സ്റ്റേക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വാങ്ങുന്നത്, എങ്ങനെയാണ് സ്റ്റേക്ക് ചെയ്യുന്നത്, സ്റ്റേക്ക് ചെയ്യുന്നതിലൂടെ എങ്ങനെ റിവാർഡ് നേടാം, അതേപോലെ തന്നെ ഇത് വാങ്ങിയാൽ ഭാവിയിൽ ഇതിൻ്റെ വില കൂടുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് വാങ്ങുന്നതെന്നും സ്റ്റേക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചാം ടോക്കണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വരാം. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ചാമ്പിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $0.0048 മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ നോക്കുകയാണെങ്കിൽ 1 ബില്യൺ ആണ് ചാമ്പിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് വെറും 4 മില്യൺ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ചാമ്പ് ഇതുവരെ മേജറായിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിലൊക്കെ ലിസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഏതോ ഒരെണ്ണത്തിലെന്തോ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഏതോ ഒരെണ്ണത്തിൽ മാത്രം ലിസ്റ്റ് ആയിട്ടുണ്ട്. അതൊഴിച്ച് മേജറായിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ മേജറായിട്ടുള്ള ഏതെങ്കിലും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആയാൽ നല്ല രീതിയിലുള്ള പ്രൈസ് വേരിയേഷൻ ഇതിനുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പിന്നെ അതേപോലെ തന്നെ ചാം ടോക്കൺ ഇപ്പോൾ വാങ്ങുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഭാവിയിൽ ഇതിൻ്റെ പ്രൈസ് കൂടുമ്പോൾ വിൽക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത് നമുക്ക് സ്റ്റേക്ക് ചെയ്തിട്ട് റിവാർഡ്സ് നേടാനും ഇതിലൂടെ നമുക്ക് സാധിക്കും. സോ അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ചാം ടോക്കൺ ബൈ ചെയ്യുക എന്നുള്ളതിലേക്ക് നോക്കാം. അപ്പോൾ നമുക്കിതാ ബൈ ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ആ ഒരു സൈറ്റ് വഴി നിങ്ങൾ കയറുക. അപ്പോൾ ഇതാണ് ആ സൈറ്റിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെല്ലിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് ഏതാണോ ഉള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻ വെച്ചിട്ട് വേണം നിങ്ങൾ ചാം ടോക്കണിലേക്ക് ബ്രിഡ്ജ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പോൾ ടോക്കൺസ് ആണ് ഉള്ളത്. സോ ഞാൻ പോൾ വെച്ചിട്ടാണ് ചാം ടോക്കണായിട്ട് ബ്രിഡ്ജ് ചെയ്യുന്നത്. സോ പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ അവിടെ ബൈയുടെ അവിടെ ബേസ് നെറ്റ്വർക്കിൻ്റെ ചാം ടോക്കണാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ എമൗണ്ടും കൊടുക്കുന്നുണ്ട്. ഞാൻ $5 കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് $5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാം ടോക്കൺ കിട്ടും. 1036 ചാം ടോക്കണാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ സ്വാപ്പ് കൊടുക്കാം. അപ്പോൾ നമുക്ക് വാലറ്റിൽ കൺഫർമേഷൻ വരും. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ എനിക്ക് 1036 ചാം ടോക്കൺ റിസീവ് ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമുക്ക് സ്റ്റേക്ക് ചെയ്യേണ്ടത്. അതിലൂടെ നമുക്ക് ഏൺ ചെയ്യാനും
പറ്റുന്നത്. അപ്പം സ്റ്റേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി സ്റ്റേക്ക് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരുടെ പാർട്ട്ണർ പ്രൊജക്റ്റുകളുടെയും അതേപോലെ തന്നെ സൂപ്പർ ചാമ്പിന്റെ എക്കോസിസ്റ്റം പ്രൊജക്റ്റുകളുടെയൊക്കെ എയർ ഡ്രോപ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് ഓൾറെഡി നമ്മൾ 2-3 പ്രൊജക്റ്റുകളുടെയൊക്കെ എയർ ഡ്രോപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ നമുക്ക് അതിൽ ആദ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഗ്രാം എന്ന് പറഞ്ഞൊരു കോയിൻ ആയിരുന്നു. അന്ന് അതൊരു $20 വെർത്തായിട്ടുള്ള കോയിൻസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചാം ടോക്കൺ സ്റ്റേക്ക് ചെയ്യുന്നവരായിരിക്കണം. ഓക്കെ, പിന്നത്തെ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾ ആണ്. പക്ഷെ അത് ആർക്കും ലഭിച്ചിട്ടില്ലായിരുന്നു. ബിക്കോസ് അത് ഒരു പാർട്ട്ണർ പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് വേണമായിരുന്നു എയർ ഡ്രോപ്പ് ലഭിക്കാനായിട്ട്. പക്ഷെ ടെസ്റ്റ് നെറ്റ് ചെയ്തവർക്ക് പോലും അവർ എയർ ഡ്രോപ്പ് ഇതുവരെ കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ടാണ് നമുക്കത് ലഭിക്കാഞ്ഞത്. പിന്നെ നമുക്ക് കിട്ടിയ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ കിഗു കോയിൻ ആണ്. അപ്പോൾ ഇവരുടെ തന്നെ എക്കോസിസ്റ്റം പ്രോജക്റ്റ് കോയിൻ ആയിരുന്നു കിഗു എന്ന് പറയുന്നത്. അതൊരു സ്ട്രിംഗ് പ്ലാറ്റ്ഫോം കോയിൻ ആയിരുന്നു. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നല്ല രീതിയിലുള്ള എയർ ഡ്രോപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് $5 മുടക്കിയവർക്ക് പോലും ഒരു $200 വർത്ത് ആയിട്ടുള്ള എയർ ഡ്രോപ്പ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ കിഗു എയർ ഡ്രോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആ ഒരു എയർ ഡ്രോപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ജസ്റ്റ് $5 സ്റ്റേക്ക് ചെയ്തവർക്ക് പോലും $100 കുറയാതെ എന്തായാലും റിവാർഡ് ലഭിച്ചിട്ടുണ്ടായിരിക്കും. സോ റിവാർഡ് ലഭിച്ചവർക്കൊക്കെ കൺഗ്രാറ്റ്സ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു 2 അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അന്ന് ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് $190 വർത്ത് ആയിട്ടുള്ള റിവാർഡ് എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇതേപോലുള്ള എയർ ഡ്രോപ്പുകളും വരുന്നതായിരിക്കും. അപ്പോൾ അതിന് നിങ്ങൾ ചാം ടോക്കൺസ് സ്റ്റേക്ക് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റേക്ക് ചെയ്യുന്നതെന്നുള്ളതും കൂടെ നോക്കി വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചാം ടോക്കൺ കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കയ്യിലുള്ള എത്ര എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് എത്ര എമൗണ്ട് സ്റ്റേക്ക് ചെയ്യണോ ആ ഒരു എമൗണ്ട് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ മാക്സിമം കൊടുക്കുകയാണെങ്കിൽ മാക്സിമം, അതല്ല കുറച്ചേ നിങ്ങൾ കൊടുക്കുന്നുള്ളെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാനിവിടെ ഫുള്ള് മാക്സിമം കൊടുക്കുവാണ്. അപ്പോൾ മാക്സിമം ഞാൻ സ്റ്റേക്ക് ചെയ്യുകയാണ്. ഇനി ഇവിടെ നമുക്ക് ലോക്ക് പീരീഡ് സെലക്ട് ചെയ്യണം. സോ താഴേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ലോക്ക് പീരീഡ് കാണാം. ഇവിടെ 4 തരത്തിലാണ് ലോക്ക് പീരീഡ് ഉള്ളത്. ഒന്നാമത്തത് ഫ്ലെക്സ്, രണ്ടാമത്തത് 6 months, മൂന്നാമത്തത് 12 months, നാലാമത്തത് 24 months. അപ്പോൾ ഫ്ലെക്സ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ബിക്കോസ് എയർ ഡ്രോപ്പുകളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ ഫ്ലെക്സിൽ സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ. പകരം നിങ്ങളൊരു ടൈം പീരീഡ് തന്നെ കൊടുക്കണം, ലോക്ക് പീരീഡ് തന്നെ കൊടുക്കണം. സോ ഓരോ ലോക്ക് പീരീഡിനും കിട്ടുന്ന മാജിക് റുപ്പീസിൻ്റെ എണ്ണവും വ്യത്യാസമായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ 6 months ഞാൻ സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 2000 ആണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ 12 months ആണെങ്കിൽ 5000, 24 months ആണെങ്കിൽ 11000 ആണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും റുപ്പീസിൻ്റെ എണ്ണം മാജിക് റുപ്പീസിൻ്റെ എണ്ണം വരിക. അപ്പോൾ ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ചാം ടോക്കൺ വെച്ചിട്ടാണ് ഈ ഒരു റുപ്പീസിൻ്റെ എണ്ണം ഇവിടെ കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എത്രത്തോളം മാജിക് റുപ്പീസ് ഉണ്ടോ അത്രത്തോളം നമുക്ക് എയർ ഡ്രോപ്പ് റിവാർഡ്സ് നേടാം എന്നുള്ളതാണ്. സോ നിങ്ങൾ മാക്സിമം 24 months ഒക്കെ തന്നെ ലോക്ക് പീരീഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ 24 months ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 24 months സെലക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ ലോക്ക് ചാമ്പ് എന്നുള്ള ഒരു ഓപ്ഷനോട് നിങ്ങൾ കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് വാറ്റിൽ കൺഫർമേഷൻ വരും. ജസ്റ്റ് അതുകൂടെ കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ചാം ടോക്കൺ സ്റ്റേക്ക് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി താഴേക്ക് വരുമ്പോൾ ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്ന് അൺലോക്ക് ആകും എന്നുള്ളതെല്ലാം ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം അവരോട് കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, ആൻഡ് ഗൈസ് ഒരു കാര്യം കൂടെ, ഇപ്പോൾ പുതിയൊരു എയർ ഡ്രോപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 3 മുമ്പായിട്ട് നിങ്ങൾ ചാം ടോക്കൺ സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ 1.5 million കിഗു അവർ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ചാം ടോക്കൺ ഇത്രയും പെട്ടെന്ന് സ്റ്റേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 24 months തന്നെ മാക്സിമം കൊടുത്ത് സ്റ്റേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാനും, ഈ ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഇത് ചെയ്യാനും ശ്രമിക്കണം. കാരണം ഇപ്പോൾ തന്നെ ഒരു 700% മൾട്ടിപ്ലയേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പം ആളുകൾ കൂടുന്തോറും അത് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് തുടങ്ങിക്കോണം. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ അത്രയുള്ള നമ്മളത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ വരെ ബൈ ഗായ്സ്.